നാമജപത്തിൽ മുഴുകാതാർക്കും ഈശനിലെത്താനാവില്ല. നാമജപത്തിൽ മുഴുകാതാർക്കും ഈശനിലെത്താനാവില്ല. ഭക്തിരസത്തിൽ ലയിച്ചിടാതെ മുക്താവസ്ഥ ലഭിക്കില്ല, മുക്താവസ്ഥ ലഭിക്കില്ല. ഹരിയോം 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 ഹരിയോം. ധ്യാനജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുന്നില്ല. ധ്യാനജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുന്നില്ല. ധർമ്മം ദയ ഇവ കൂടാതെ സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല, സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല. ഹരിയോം 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 ഹരിയോം. എല്ലാവർക്കും വേണ്ടത് സുഖം തന്നെയാണ്. കൂടുതൽ സുഖം എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സുഖം എന്ന് പറയുന്നത് കിട്ടുമ്പോഴാണ്, എടുത്തു വയ്ക്കുമ്പോഴാണ് സുഖം എന്നാണ് നമ്മളുടെ നിർവചനം നമ്മൾ കൊണ്ടു നടക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിനൊരു വൈകല്യം, വികലത ബാധിച്ചു പോയത്. എന്നാൽ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതി സന്തോഷത്തിലിരിക്കുന്നതിന് കാരണം പങ്കുവെക്കുന്നതിലാണ്. എന്ത് എടുത്തു വെച്ചോ അതെല്ലാം അശുദ്ധമായി തീരും, അഴുക്കായി തീരും. ഉദാഹരണത്തിന് കുറച്ച് വെള്ളം കെട്ടിക്കിടന്നു എന്ന് വിചാരിക്കുക. കെട്ടിക്കിടക്കുന്നതെല്ലാം അഴുക്ക് പിടിക്കും, ഉണ്ടോ ഇല്ലയോ? പായൽ പിടിക്കും, എല്ലാം അഴുക്കിലേക്കാണ് മാറുന്നത്. നിങ്ങളുടെ വീട് ദിവസവും നിങ്ങൾ തൂത്തുവാരുകയാണെങ്കിൽ പൊടി പിടിക്കില്ല. നേരെ മറിച്ച് അങ്ങനെ തന്നെ വെച്ചു കഴിഞ്ഞാലോ അത് പൊടി പിടിക്കും. ഇതുപോലെ നാം എന്ത് എടുത്തു വയ്ക്കുന്നുവോ അത് നമുക്ക് സുഖത്തേക്കാൾ ഉപരി ദുഃഖമാണ് തരുന്നത്. സുഖം എന്ന് പറയുന്നത് പങ്കുവെക്കലിലാണ്. നമ്മുടെ പൂർവികന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മുടെ ഋഷീശ്വരന്മാരെ കണ്ടെത്തിയതുമായിട്ടുള്ള ഒരു സുഖത്തിൻ്റെ നിർവചനം പങ്കുവെക്കുന്തോറും സുഖം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഉന്നമനം തന്നെ അയാളുടെ പങ്കുവെക്കലിലാണ്, ഷെയറിങ് മൈൻഡാണ്. എന്തൊക്കെയാണ് നമ്മൾ പങ്കുവെക്കേണ്ടത്? 3 കാര്യങ്ങൾ നമ്മൾ പങ്കുവെക്കണം, ആ മനസ്സുണ്ടാവണം നമുക്ക്. ഒന്നാമത്തത് നമ്മൾ പങ്കുവെക്കേണ്ടത് നമ്മളെ തന്നെ നമ്മൾ പങ്കുവെക്കണം. അതാർക്കാണ് നമ്മൾ പങ്കുവെക്കേണ്ടത്? നമ്മളെ നമ്മൾ പങ്കുവെക്കേണ്ടത് മറ്റാർക്കുമല്ല, ആരിൽ നിന്നാണോ വന്നിരിക്കുന്നത്? ഭഗവാനിൽ നിന്ന്. ആ പങ്കുവെക്കലിനെയാണ് സമർപ്പണം എന്ന് പറയുന്നത്. അപ്പം ഭഗവാനെ നമ്മളെ പങ്കുവെക്കുമ്പോൾ നമ്മൾ സമർപ്പണത്തിലേക്ക് വന്നു. അതായത് നമ്മൾ ആരുടെ ഭാഗമായി തീർന്നു? ഭഗവാന്റേതായി തീർന്നു. ഇനി നമ്മൾ ഭഗവാനിൽ നിന്നും മനസ്സ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മൾക്ക് ജീവിക്കണമല്ലോ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് വാക്കുകൊണ്ടുള്ള പ്രകടനവും, 2 ഉള്ളതിനെ പങ്കുവെക്കലും. അപ്പോൾ വാക്കുകളും പങ്കുവെക്കണം, അതുപോലെ തന്നെ കയ്യിലുള്ള വസ്തുക്കളും പങ്കുവെക്കണം. കപില ഭഗവാൻ പറയുന്നത് അർഹയേത് ദാനമാനാഭ്യം മൈത്രിയ അഭിന്നേന ചക്ഷുഷ. ഒരാൾക്ക് സന്തോഷമുണ്ടാകുന്ന വിധത്തിൽ ആദരവോടുകൂടി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് സന്തോഷമുണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പങ്കുവെക്കുകയാണ്, അവർക്ക് വാക്കുകൾ നിങ്ങൾ പങ്കുവെക്കുകയാണ്. അയാൾക്ക് കിട്ടുന്നൊരു സന്തോഷം
അത് നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ നമ്മൾ പങ്കുവെക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നു. ഭാരതീയ സംസ്കാരം അമ്മയെ ഏറ്റവും കൂടുതൽ ആദരണീയയാക്കി വെക്കാൻ കാരണം കൂടുതൽ പങ്കുവെക്കുന്ന സ്വഭാവം കൂടുതലുള്ളത് അമ്മയിലാണ്. ഒരു വീട്ടിലൊരമ്മ അപ്പം ചുട്ടൊരു കഥ നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കുന്നതാണ്. ചെറിയ ഉണ്ണിയപ്പം ഉണ്ടാക്കി. അപ്പം അമ്മയ്ക്ക് 5 മക്കളും ഉണ്ട്. 5ാമൻ പഞ്ചാര കുഞ്ചുവാണ്. കേട്ടിട്ടുണ്ട് നിങ്ങൾ. അപ്പം 5 കുട്ടികൾക്ക് അമ്മ അപ്പം കൊടുക്കുകയാണ്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കോട്ട കൊടുത്തു. ചെറുതാവും തോറും കൂടുതൽ കൊടുത്തു. അങ്ങനെ ഒരു 4-5 അപ്പം ബാക്കി വന്നപ്പോൾ അമ്മ എടുത്തു വെച്ചു. കാരണം ഇനി മറ്റൊരു അദ്ദേഹം വരുമല്ലോ, അദ്ദേഹത്തിനും കൊടുക്കണം. 1-2 അപ്പം ബാക്കിയുണ്ടെങ്കിൽ ഞാനും കഴിക്കാം എന്നുള്ള രീതിയിൽ എടുത്തു വെച്ചു. അങ്ങനെ അച്ഛൻ്റെ ഓഹരി കൊടുത്തതിന് ശേഷം അച്ഛനത് അടിച്ചു വന്ന ഉടനെ തന്നെ. അമ്മ കഴിക്കാൻ നേരത്ത് ഏറ്റവും ചെറുത് വന്നിട്ട് കൈനീട്ടി. സ്വാഭാവികമാണ്. ഏതെങ്കിലും അമ്മ കണക്ക് പറയോ, നിനക്കൊക്കെ വയറ് നിറച്ച് തന്നില്ലേന്ന് പറയില്ലേ ഒരിക്കലും. ഇന്ന് അതും പറയൂട്ടോ. ഉടനെ തന്നെ അമ്മ പങ്കുവെച്ചു. അപ്പോഴേക്ക് 2ാമത്തത് വന്നു. അവനോട് മാത്രമേ സ്നേഹമുള്ളൂ, അതിനും പങ്കുവെച്ചു. 3ാമത്തവൻ തല ഇങ്ങനെ എത്തി നോക്കി, അതിനും പങ്കുവെച്ചു. 4ാമത്തവൻ പറഞ്ഞു, വലിയവർക്കൊക്കെ ഉണ്ടോ, അമ്മയ്ക്ക് വലിയവൻ ചെറിയവനുണ്ടോ, കൊടുത്തു. അങ്ങനെ കൊടുത്ത് പാവം അമ്മയ്ക്കൊരു കഷ്ണം പോലും പീസ് പോലും കഴിക്കാൻ ഉണ്ടായില്ല. പക്ഷേ അനുഭവിച്ചവരെക്കാൾ കൂടുതൽ സുഖം അനുഭവിക്കാത്ത അമ്മയ്ക്കാണ്. ഇതാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത്, പങ്കുവെക്കലിലാണ് സുഖം എന്നുള്ളത്. പങ്കുവെക്കും തോറും നമ്മൾ ഉയരുകയാണ്. ഇന്നുണ്ടല്ലോ ലോകം ഈ ചെറിയ മനസ്സ് വെച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് ഉയരാത്തത്. പലരും അവർ ശുഷ്കരായി പോകുന്നത്. പങ്കുവെക്കും തോറും അവർ ഉയരുകയാണ് ചെയ്യുന്നത്. ഇത് അമേരിക്കയിൽ നടന്നൊരു കഥയാണ്, സംഭവമാണ്. ഒരു പ്രായമുള്ളൊരു അങ്കിളും ആൻറ്റിയും കൂടെ ന്യൂയോർക്കിൽ നിന്ന് കാലിഫോർണിയയിലെത്തിയപ്പോൾ അവരുടെ ഫ്ലൈറ്റ് ലേറ്റ് ആവുക കാരണം അവർക്ക് ഹോട്ടലൊന്നും കിട്ടിയില്ല. ഒരു മീഡിയം ക്ലാസ് ഹോട്ടലിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ക്ലർക്ക് ഇരിക്കുന്നുണ്ട്. റൂം ചോദിച്ചപ്പോൾ പറഞ്ഞു ഫുള്ളാണ്. അവിടെ എന്തോ ഫെസ്റ്റിവൽ എന്തോ നടക്കുകയാണ്, ബിസിനസ് ഫെസ്റ്റിവൽ. അപ്പോൾ ഈ ചെറുപ്പക്കാരനായിരിക്കുന്ന ക്ലർക്ക് ഇവരെ കണ്ടപ്പോൾ തോന്നി ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന്. അപ്പോൾ ഈ പാതിരക്കിനി ഇവരെ പോകും. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എനിക്ക് തന്നൊരു റൂമുണ്ട് ഇവിടെ, ഞാൻ അത് അറേഞ്ച് ചെയ്ത് തരാം. അയാൾക്കൊരു കാര്യമില്ല, തനിക്ക് തന്നിരിക്കുന്ന റൂം വേറൊരാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അയാളുടെ ഏത് മനസ്സുണ്ട്, ആ പങ്കുവെക്കുന്നൊരു മനസ്സംസ്കാരമുണ്ട്. അയാൾ തൻ്റെ റൂമൊക്കെ വൃത്തിയാക്കി അയാൾ തന്നെ പോയി നല്ല ബെഡ്ഷീറ്റൊക്കെ ഇട്ട്, നല്ല തണുപ്പും ആ സമയത്ത്, ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ അവരും കൊണ്ടുവന്നിട്ടുണ്ട്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരവിടെ കിടത്തി, അവർക്ക് കാപ്പിയും ചായ എന്തൊക്കെ വെച്ചാൽ വേണ്ട കൊടുത്ത് പിറ്റേ ദിവസം അവർ പോവുകയും ചെയ്തു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തിട്ട് അവർ പോവുക ചെയ്തു. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ ഒരു ചെറുപ്പക്കാരൻ വരികയാണ്. വന്നിട്ട് ഈ ക്ലർക്കിനെ അന്വേഷിച്ചു. എന്നിട്ട് ഈ ക്ലർക്കിനോട് പറയുന്നത്, നിങ്ങളെ ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആരാണത്രേ ഇയാൾ? ന്യൂയോർക്കിലെ വാൾഡ്രൂഫ് എന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ കമ്പനിയുണ്ട്, അതിൻ്റെ ചെയർമാനാണ് വന്നിരിക്കുന്നത്, ഓണറാണ് വന്നിരിക്കുന്നത്. അപ്പം അയാളോട് അയാളുടെ അച്ഛൻ പറഞ്ഞിരിക്കുകയാണ് ഇവനെ തന്നെ വേണം മാനേജറാക്കി വെക്കേണ്ടതെന്ന്. അപ്പം അന്ന് വന്നിരിക്കുന്നത് ഈ കോടീശ്വരൻ്റെ അച്ഛനും അമ്മയുമാണ്. എവിടെയാണ് ജീവിതം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നോക്കൂ. വലിയൊരു ഹോട്ടൽ ശൃംഖലയുടെ വലിയൊരു എക്സിക്യൂട്ടീവ് മാനേജരാവാൻ തനിക്ക് ഭാഗ്യം തന്നത് അയാളുടെ അറിവും കഴിവും മാത്രമല്ല, ആ പങ്കുവെക്കാനുള്ള മനസ്സാണ്. ഇതാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്നുണ്ടല്ലോ, അറിവും കൂടുതലാണ്, കഴിവും കൂടുതലാണ്, പക്ഷേ എന്തില്ല, പങ്കുവെക്കാനുള്ള മനസ്സില്ല. അതുകൊണ്ട് തന്നെ ചെറിയവരായി എന്നും ദുഃഖങ്ങളും പരാതികളും വിഷമങ്ങളും മാത്രം. ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ എന്ത് വേണം? നമ്മുടെ മനസ്സിനെ നമ്മൾ പങ്കുവെക്കാൻ ആ ശീലം പരിശീലിപ്പിച്ചെടുക്കണം. അങ്ങനെ പങ്കുവെക്കുന്നവരെ ഉയർത്തുമെന്ന് പറയുന്ന ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഭഗവാൻ നമുക്കൊരു കഥ കാണിച്ചു തരുന്നതാണ് മഹാബലി ചരിതം എന്ന് പറയുന്നത്.
ഭാഗവതത്തിലെ മഹാബലിയുടെ കഥയുണ്ടല്ലോ, പങ്കുവെച്ചുകൊണ്ട് ഉന്നതി നേടിയ ഒരു രാജാവിൻ്റെ കഥയാണ്. നമ്മൾ കേട്ടിരിക്കുന്ന കഥ അങ്ങനെയല്ല. എല്ലാം വാമനമൂർത്തി അപഹരിച്ചെടുത്ത് മഹാബലിയെ ചവിട്ടി താഴ്ത്തിയതാണ്. പക്ഷെ ഭാഗവതത്തിന് ആ കഥയല്ല പറയാനുള്ളത്. നോക്കാം നമുക്ക് സന്ദർഭം പോലെ. അതുകൊണ്ട് ബലി എന്ന ശബ്ദത്തിന് തന്നെ അർത്ഥം, ബലി ചെയ്യുക എന്ന് പറഞ്ഞാൽ, സാക്രിഫൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സമർപ്പിക്കാൻ അല്ലെങ്കിൽ പങ്കുവെക്കാൻ മനസ്സുള്ളവരാണ് ബലി എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ കേരളീയരൊക്കെ ആരായിരിക്കണം? ബലിയുടെ പാരമ്പര്യം ഉൾക്കൊണ്ടവരായിരിക്കണമല്ലോ. നമ്മൾ പങ്കുവെക്കാൻ മനസ്സുള്ളവരായിരിക്കണം. അപ്പം അങ്ങനെ പങ്കുവെക്കാനുള്ളൊരു മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഉയർന്നിരിക്കും എന്ന് ഈ കഥയിലൂടെ നമുക്ക് കാണിച്ചിരിക്കുക തരികയാണ്. ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട്, ആരാണോ എടുത്തു വയ്ക്കുന്ന സ്വഭാവമുള്ളത് അവനെ ഞാൻ കള്ളൻ എന്ന് വിളിക്കും. ഭാഗവതത്തിൽ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, എടുത്തു വയ്ക്കുന്നവർ ദണ്ഡമർഹതി എന്നാണ്. എന്താ കൊടുക്കേണ്ടത്? സദണ്ഡമർഹതി, അടി കൊടുക്കണം അവർക്ക് എന്നാണ്. എന്നാൽ പങ്കുവെക്കുന്ന ആളുകൾ അവർ ആദരണീയരാണ്, ബഹുമാനിതരാണ്. അങ്ങനെയുള്ള ആ കഥയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഭാഗവതത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ മന്വന്തരത്തിലെ ഉണ്ടായ രാജാക്കന്മാരുടെ കഥ പറയുകയാണ്. അങ്ങനെ ആ മന്വന്തരത്തിൽ 8-ാമത്തെ മന്വന്തരത്തിലാണ് വിരോചനന്റെ സുധനായിരിക്കുന്ന മഹാബലി രാജ്യം ഭരിച്ചതെന്ന കാര്യം പറഞ്ഞിട്ട് ആ മഹാബലിയിൽ നിന്ന് വാമനമൂർത്തി അദ്ദേഹത്തിൻ്റെ രാജ്യം അളന്നു മേടിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ അധ്യായം ഉപസംഹരിപ്പിച്ചു. പിന്നീട് അടുത്ത അധ്യായത്തിൽ മനുക്കളുടെ പുത്രന്മാരുടെ പരമ്പരയാണ് പറയുന്നത്. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് രാജാവ് ഈ ചോദ്യം ചോദിക്കുന്നത്, ബലേ പദത്രയം ഭൂമേ കസ്മാൽ ഹരി അയാജതാ ഭൂതേശ്വര കൃപണാം ലബ്ധാർത്ഥോപി ബബന്ധതം ഏതൽ വേദിതുമിച്ഛാമോ മഹൽ കൗതൂഹലം ഹിനാം യാജ്ഞേശ്വരസ്യ പൂർണ്ണസ്യ ബന്ധനം ചാപ്യനാഗസാം. ഈ കഥ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ബലിയുടെ അടുത്തു നിന്നും 3 അടി മണ്ണ് അളന്നു മേടിച്ച് ആ ബലിയുടെ സർവ്വ ഐശ്വര്യങ്ങളും അപഹരിക്കുകയും ചെയ്തു, ബലിയെ ബന്ധിക്കുകയും ചെയ്തു ഭഗവാൻ. എന്തിനാണ് ഇത്രയധികം വേദനകൾ അദ്ദേഹം അനുഭവിച്ചത്? ഇതെനിക്കൊന്ന് പറഞ്ഞു തരൂ, ഇത് വളരെ കൗതൂഹലം, ആശ്ചര്യമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കഥയിലേക്ക് കടക്കുകയാണ്. നേരത്തെ അമൃത് കഴിച്ചു ദേവന്മാരൊക്കെ വീണ്ടും ഉഷാറായി. ദേവന്മാര് ശക്തരായപ്പം വഞ്ചിച്ചതിന് അസുരന്മാർ യുദ്ധം ചെയ്തു. അസുരന്മാരിൽ പലരെയും കൊന്നു എന്നൊക്കെ കഥ പറഞ്ഞു. മഹാബലി പോലും മരണപ്പെട്ടു. ശുക്രാചാര്യര് മൃതസഞ്ജീവിനി വിദ്യ കൊണ്ട് മരിച്ചവരെയൊക്കെ പുനർജീവിപ്പിച്ചു. വീണ്ടും മഹാബലി തൻ്റെ നന്മ കൊണ്ട് പങ്കുവെക്കുന്ന സംസ്കാരം കൊണ്ട് ലോകത്തെ കീഴടക്കി പ്രിയാണ്. ഇന്ദ്രന്റെ തേജസ് പോലും, അമൃതം കഴിച്ച ഇന്ദ്രനാണെങ്കിൽ പോലും ബലിയുടെ സംസ്കാരം കൊണ്ട് ഇന്ദ്രന്റെ തേജസ്സിനെ നശിപ്പിക്കാൻ ആർക്ക് സാധിച്ചു? മഹാബലിക്ക് സാധിച്ചു. പലരും ഇങ്ങനെയൊക്കെയാണ് കരുതുന്നത്, പണമുണ്ടെങ്കിലാണ് കേമനാവുക, അധികാരമുണ്ടെങ്കിലാണ് കേമനാവുക. അങ്ങനെയല്ല നമ്മൾ കേമനാവുന്നത്, സ്വഭാവം കൊണ്ടാണ് നമ്മൾ കേമനാവേണ്ടത്, അല്ലേ? പ്രത്യേകിച്ച് നമുക്ക് ഭാരതത്തിൽ ഇതിനൊന്നും നമ്മൾ പുസ്തകം എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. മഹാത്മാഗാന്ധി, അദ്ദേഹം ബാരിസ്റ്റർ ഓഫ് ലോ ആയിരുന്നു. അതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹത്തിനെ മഹാനാക്കിയത് തൻ്റെ ജീവിതം രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ചപ്പോഴാണ്, പങ്കുവെപ്പിച്ചപ്പോഴാണ്. ഇങ്ങനെ എത്ര മഹാത്മാക്കൾ, അവരുടെ ജീവിതം ഇന്നും നമ്മൾ കാണാത്ത ആളുകളുണ്ട്. സ്വാമി വിവേകാനന്ദനെ നമ്മൾ കണ്ടിട്ടില്ല, പരമഹംസരെ നമ്മൾ കണ്ടിട്ടില്ല, ഉണ്ടോ? പക്ഷേ നമ്മൾ അവരെയൊക്കെ ഇന്നും ആദരിക്കാൻ കാരണം ഇങ്ങനെ എത്ര മഹാത്മാക്കൾ കേരളത്തിൽ തന്നെ എത്ര അനവധി. അങ്ങനെയൊക്കെയുള്ള ആളുകളെ നമ്മൾ ആദരിക്കാൻ കാരണം അവരവരുടെ ജീവിതം പങ്കുവെച്ചിട്ടുണ്ട് എന്ന് പറയണം. കേവലം സാമ്പത്തികമായ പങ്കുവെക്കൽ മാത്രമല്ല, അതാണ് പാശ്ചാത്യരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. പാശ്ചാത്യ ലോകത്തിൽ സമ്പത്ത് പങ്കുവെക്കുന്നതിനെയാണ് അവർ കൂടുതൽ മഹത്വം കൊടുത്തത്. ഋഷീശ്വരന്മാർ നമ്മളോട് പറയുന്നത് ഭക്ഷണവും കൊടുക്കണം, അവൻ്റെ മനസ്സിനെ ഉയർത്താനുള്ള കാര്യങ്ങളും കൊടുക്കണം. വേദവ്യാസ മഹർഷി ഇന്നും ഗുരുക്കന്മാരിൽ വെച്ച് ഗുരുവായിട്ടിരിക്കാൻ കാരണം അദ്ദേഹം നമുക്ക് ആത്മീയമായ സമ്പത്തിനെ പങ്കുവെച്ചതിന് കാരണമാണ്. അതുകൊണ്ടല്ലേ വേദവ്യാസ മഹർഷിയെ വിളിക്കുന്നത് നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായത പത്രനേത്രാം ഏനത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. അദ്ദേഹം തന്നിരിക്കുന്ന സമ്പത്ത്, അദ്ദേഹം വിതരണം ചെയ്തിരിക്കുന്ന സമ്പത്ത്
പങ്കുവച്ചിരിക്കുന്ന സമ്പത്ത് ജ്ഞാനസമ്പത്താണ്. ഇപ്രകാരം നമുക്ക് എന്താണോ ഉള്ളത് അതിനെ നമ്മൾ പങ്കുവയ്ക്കണം. ഇതാ മഹാബലി അപ്രകാരം ശ്രേഷ്ഠനായി ത്രിലോകം കീഴടക്കി. പരാജിത സ്ത്രീ അസുഭിശ്ചാപിതോ ഇന്ദ്രേണ രാജൻ ഭൃഗുഭിഃ സജീവിതാം സർവാത്മനാതാനപജൽ ഭൃഗൻ ബലി ശിഷ്യോ മഹാത്മാർത്ഥ നിവേദനേന തം ബ്രാഹ്മണ ഭൃഗവ പ്രീയമാണം അയാജയൻ വിശ്വജിതാത്രിനാഗം ജിഗീഷമാണം വിധിനാഭിഷിച്യാം മഹാഭിഷേകേന മഹാനുഭാവാം. പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ മഹത്വം വർദ്ധിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് മഹാത്മാക്കള് വിശ്വജിത്ത് യാഗം ചെയ്യാൻ നിശ്ചയിച്ചു എന്നാണ്. അങ്ങനെ അദ്ദേഹം വിശ്വജിത്ത് യാഗം ചെയ്ത് കൂടുതൽ പ്രശസ്തിയും കേമത്വവും നേടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സംഭവം നടന്നു. എന്താണ്? അതിഥിയുടെ പുത്രന്മാരായ ദേവന്മാർക്ക് ദേവലോകം നഷ്ടപ്പെട്ടു, ഇന്ദ്രൻ ഇന്ദ്രപദവിയൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കശ്യപ ബ്രാഹ്മണൻ, അവിടെ നിന്നാണല്ലോ കഥകളൊക്കെ ഒരു തുടക്കം തുടങ്ങിയത്. നമ്മൾ തൃതീയ സ്കന്ധത്തിലേക്ക് കടക്കുമ്പോൾ കശ്യപ ബ്രാഹ്മണന് 2 പത്നിമാരുണ്ടായിരുന്നു, ദിതിയെന്നും അതിഥിയെന്നും. അപ്പം അതിൽ കശ്യപ ബ്രാഹ്മണൻ അതിഥിയുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ പത്നിയെ കാണുന്നത് സപത്നിം ദീനവദനം കൃതാസന പരിഗ്രഹാം സഭാജിതോ യതന്യായം ഇതമാഹ കുരുദ്വഹാം. വളരെ ദുഃഖിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ദേവിയെ കാണുകയാണ്. ആ ദേവിയെ കണ്ടപ്പോൾ ചോദിക്കുകയാണ്. 16-ാം അധ്യായത്തിൽ 14-ാം ശ്ലോകം മുതൽ ഈ കാണാം ഈ ഭാഗങ്ങളൊക്കെ. ചോദിച്ചു, തസ്മാദീശഭജന്ത്യാമി ശ്രേയശ്ചിന്തയ സുവ്രതാം അധശ്രിയോ ഹൃദസ്ഥാനൻ സപത്നേ പാഹിന പ്രഭോ. നോക്കൂ, ഞാൻ അങ്ങയെ സേവിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങയെ സേവിക്കുന്നത്? അങ്ങൊന്ന് എൻ്റെ ശ്രേയസ്സിനെ കുറിച്ച് ചിന്തിക്കൂ. ഹതശ്രിയോ ഹൃദസ്ഥാനൻ, എൻ്റെ കുട്ടികൾക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു. ഇന്ദ്രൻ ഇന്ദ്രപദവിയില്ല, സ്വർഗപദവിയില്ല. സപത്നൈ, അങ്ങയുടെ മറ്റൊരു പത്നിയായിരിക്കുന്ന ദിതിയുടെ പുത്രനായിരിക്കുന്ന ബലി, അതെല്ലാം അപഹരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പാഹിന പ്രഭോ, എന്നെ രക്ഷിച്ചാലും എൻ്റെ കുട്ടികളെ രക്ഷിച്ചാലും. യഥാ താനിന പുനഃസാദോ പ്രപദ്യേരന്മമാത്മജാം തഥാ വിദേഹി കല്യാണം ദിയാ കല്യാണകൃത്തമാം. ഒരു ഭാര്യയ്ക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ മാരേജ് ചെയ്യാന്നല്ല. ആ ഭാര്യയ്ക്ക് ഐശ്വര്യങ്ങൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ എല്ലാ സന്തോഷവും കൊടുക്കുന്ന ഭർത്താവെ, എൻ്റെ കുട്ടികളുടെ ഗതി കണ്ടില്ലേ അങ്ങ്, അവരെയൊക്കെ ഒന്ന് രക്ഷിക്കുമെന്നും. ഇത് കേട്ടപ്പോൾ ഭർത്താവായ കശ്യപൻ പറയുന്ന വാക്കുകൾ വളരെ രസകരമാണ്. കശ്യപനെ സംബന്ധിച്ച് ബലിയും പുത്രനാണ്, ഇന്ദ്രനും പുത്രനാണ്. ഒരൊറ്റ കുഴപ്പമുണ്ടായില്ല, 2 കല്യാണം കഴിച്ചു എന്നുള്ളത്. അപ്പോൾ ഒരു ഭാര്യയിലുള്ള പുത്രന്മാരാണ് മറ്റേ ഭാര്യയുള്ള പുത്രന്മാരെ ദ്രോഹിക്കുന്നത്. ഇപ്പോൾ ഒരു ഭാര്യയ്ക്ക് വേണ്ടത് മറ്റേ ഭാര്യയുള്ള പുത്രന്മാരെ ഒതുക്കണം. 2 സ്വഭാവക്കാരായി കഴിഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി പറയുന്നു, എന്താ കശ്യപൻ പറഞ്ഞത്? ഏവം അഭ്യർത്ഥിതോദിത്യാം കസ്താമാഹസ്മയന്നിവ അഹോ മായാബലം വിഷ്ണോ സ്നേഹബന്ധം ഇതം ജഗൽ. ഈ ലോകത്തിലുള്ളവര് ദുഃഖിക്കാനും വിഷമിക്കാനും കാരണം സ്നേഹബന്ധം, സ്നേഹം പിടിച്ചു വെക്കുന്നത് കൊണ്ടാണ്. നമ്മളിങ്ങനെ ഓരോരുത്തരും സ്നേഹത്തെ പിടിച്ചു വെക്കുകയാണ്. എന്താ ഈ സ്നേഹം പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ, എവിടെ നിന്നെങ്കിലും സ്നേഹം കിട്ടുന്നുണ്ടെങ്കിൽ അതെനിക്ക് മാത്രമേ കിട്ടാവൂ, എൻ്റെത് മാത്രമേ സുഖമായിട്ടിരിക്കാവൂ എന്നിങ്ങനെ മനസ്സ് കിട്ടുന്നതിൽ തന്നെ ഉറച്ചു നിന്നാൽ അവരുടെ ജീവിതം എന്നും കുരുങ്ങിയതായി തീർന്നു. പങ്കുവെക്കുന്ന മനസ്സില്ലാത്തവർ എന്നും കുരുങ്ങിയ ജീവിതമുള്ളവരാണ്. അതാണ് നമ്മൾ ഈ ലോകത്തിൽ ദുഃഖം കൂടുതൽ കാണുന്നത്. കല്യാണം കഴിഞ്ഞ് ഭാര്യാഭർത്താക്കന്മാരായിട്ട് ജീവിക്കുമ്പോൾ ഭർത്താവിൽ നിന്നാണ് സുഖം എന്ന് തെറ്റിദ്ധരിച്ച് ഭാര്യ ജീവിച്ചു കഴിഞ്ഞാൽ, ഭർത്താവ് സുഖം തരും, ഭർത്താവ് പറയുന്നതും കേൾക്കുന്നത് തന്നെയാണ് സുഖം, ഇങ്ങനെ അങ്ങോട്ട് മനസ്സുറച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഭർത്താവ് പോയി കഴിഞ്ഞാൽ ഇരുന്ന് ദുഃഖിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഭാര്യയിലാണ് സുഖം എന്ന് തെറ്റിദ്ധരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. കുട്ടികളിലാണ് സുഖം എന്ന് കരുതി കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ടി വരും. അപ്പം നമ്മുടെ മനസ്സെന്ത് വേണം? അവരിലും ചേരണം. ഇവരെയൊക്കെ ചേർക്കാൻ ആരാണോ എന്നെ അനുഗ്രഹിക്കുന്നത് ആ ഭഗവാനിലും ചേരണം. ഇതുപോലെ തന്നെ എൻ്റെ കുട്ടികളിലും എൻ്റെ ഭർത്താവിലും അതുപോലെ എല്ലാവരിലും ഇരിക്കുന്ന ചൈതന്യം ഒന്നാണെങ്കിൽ മറ്റുള്ളവർക്കും ഞാൻ സഹായ സഹകരണങ്ങൾ ചെയ്യുമ്പോൾ അവരിൽ നിന്നും കിട്ടുന്ന സ്നേഹം അതും എനിക്കൊരു സന്തോഷം തരുന്നതാണ് എന്നുള്ള രീതിയിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് മനസ്സിനെ വ്യാപരിപ്പിക്കാൻ സാധിക്കുമോ അത്ര കണ്ട് നമ്മുടെ മനസ്സ് ഒരു സ്നേഹത്തിലും
ബന്ധിതരാവില്ല എന്ന് പറയാൻ. ഇതാണ് കുന്തിദേവിക്കൊക്കെ സാധിച്ചത്. കുന്തിദേവി പുത്രന്മാരുടെ സ്നേഹത്തിൽ കുരുങ്ങിപ്പോയില്ല. ഉണ്ടോ? അതല്ലേ ഭഗവാനോട് പറയുന്നത്, ഭഗവാനെ എനിക്കിനി ചെറിയൊരു കെട്ടും കൂടിയുണ്ട്. സ്നേഹബന്ധമിമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. ഈ പാണ്ഡവരോടും വൃഷ്ണികളോടുമുള്ള ആ ഒരു ചെറിയൊരു കെട്ടും കൂടിയുണ്ട്. എന്നാൽ എൻ്റെ മനസ്സ് പൂർണ്ണമായി അതിൽ നിന്ന് മുക്തമായെന്ന്. ഇത് തന്നെയല്ലേ ഉദ്ധവർക്ക് പറ്റിയത്? അങ്ങേക്ക് വേണ്ടി ഞാൻ ജീവിതം മുഴുവൻ സമർപ്പിച്ചില്ലേ കൃഷ്ണ, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങ് പറയൂ എന്ന് ഭഗവാൻ ആ സ്നേഹബന്ധത്തിൽ നിന്നും വേർപ്പെടുത്തിയില്ലേ. പറയണ ആ ബന്ധം മുറിച്ചുകൊണ്ട് ഉദ്ധവരുടെ മനസ്സിനെ ഭഗവാനിലേക്ക് തിരിപ്പിക്കാൻ ഭഗവാൻ സാധിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ലോകത്തിലുള്ളവർ മുഴുവൻ ദുഃഖിക്കുന്നതിന് കാരണം സ്നേഹബന്ധമിതം ജഗൽ. സ്നേഹമാകുന്ന കെട്ടുകൊണ്ട് നമ്മൾ കെട്ടുകയാണ്. അപ്പം സ്നേഹം എന്നുള്ള ശബ്ദത്തിന് ഇവിടെ അർത്ഥം അമിതമായ അറ്റാച്ച്മെൻ്റ് എന്നർത്ഥം. കൂടുതലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അത് നമ്മളെ ദുഃഖിപ്പിക്കും എന്നത് പ്രപഞ്ച സത്യമാണ്. കൂടുതൽ കൂടുതൽ നമ്മൾ പഠിക്കും മുന്നോട്ട് പോകും തോറും. അതുകൊണ്ട് ക്വദേഹോ ഭൗതികോ അനാത്മാ ക്വചാത്മാ പ്രകൃതേ പരാം കസ്യഹേ പതിപുത്രാദ്യ മോഹയേവ ഹി കാരണം. ക്വദേഹോ, ഈ ദേഹമൊന്ന് നോക്കൂ നിങ്ങൾ. ഒന്നിനും ഒന്നിനോടൊരു അറ്റാച്ച്മെൻ്റ് ഇല്ല. ഈ തോലിന് മാംസത്തോട് അറ്റാച്ച്മെൻ്റ് ഇല്ല, മാംസത്തിന് എല്ലിനോട് അറ്റാച്ച്മെൻ്റ് ഇല്ല. ഉണ്ടോ? നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറി വരുന്ന ശ്വാസത്തിന് ശരീരത്തോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടോ? ഉള്ളിലുള്ള ചൂടിന് അറ്റാച്ച്മെൻ്റ് ഉണ്ടോ? ശബ്ദത്തിന് നമ്മളോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ ശബ്ദം ഇങ്ങനെ ആവില്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല. ഇറ്റ് വിൽ ചേഞ്ച്. അപ്പം പ്രകൃതിയുടെ സ്വഭാവം എന്ന് പറയുന്നത് റിലേഷൻലെസ് റിലേഷൻഷിപ്പാണ്. റിലേഷൻലെസ് റിലേഷൻഷിപ്പ്. ദർ ഈസ് എ റിലേഷൻ, ബട്ട് ഇറ്റ് ഈസ് റിലേഷൻലെസ്. വരണോ പോകണോ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമ്മുടെ മനസ്സും സ്നേഹിക്കണം, പക്ഷേ ഒട്ടിപ്പിടിക്കാൻ സമ്മതിക്കുക.